ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ജലജയും അഭിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണേടാ. എന്നാലും ഇത് വല്ലാത്ത ചതിയായിപ്പോയി. എന്തൊരാഗ്രഹത്തോടെയാ അവളും അവനും കഴിക്കേണ്ട പഴംപൊരിയുടെ മാവിൽ ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ടും ആ കൃത്യസമയത്ത് തന്നെ അനാമികയുടെ അച്ഛനും അമ്മയും വന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അത് കേട്ടതും അത് ആ നയനയ്ക്ക് നല്ല ഭാഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവങ്ങളെ അവരുടെ കൂടെയാ. അതുകൊണ്ടാണ് കൃത്യസമയത്ത് ദുഷ്ടരായ അനാമികയുടെ അച്ഛനും അമ്മയും ഞാനും ഇവിടെ എത്തിയത്. അത് ഞങ്ങൾ തന്നെ കഴിച്ചതും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവർക്കെതിരെ എന്ത് ചെയ്താലും അതൊന്നും വില പോകില്ലമ്മേ, നടക്കത്തുമില്ല. അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്നാലും ഇത്തിരി നേരം കൊണ്ട് ഒരുപാട് അനുഭവിച്ചു. എന്തൊരു വയറുവേദനയായിരുന്നു. ഈ വേദന അവർക്കെങ്ങാനും ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു കാണാൻ. അവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോടാ. ദൈവം അവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോടാ. അത് തന്നെ അമ്മ എൻ്റെ ഈ സങ്കടം. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നവ്യ വരിക. നവ്യ വന്നതും ജലജ പെട്ടെന്ന് സംസാരം നിർത്തി. അപ്പോൾ അഭിയും നവ്യയെ കാണുകയാണ്. എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ അമ്മയും മകനും കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്താ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. അതേ, കൂടുതലൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നയനയ്ക്കും ആദർശേട്ടനും ഒന്നും സംഭവിക്കാതിരുന്നത്. നിൻ്റെയൊക്കെ കുനിഷ്ഠബുദ്ധി എന്താണെന്ന് എനിക്കല്ലേ അറിയൂ. സത്യം പറയാലോ, അങ്ങനെ ഒരു കെണി ഒരുക്കി വെച്ചത് നിങ്ങൾ തന്നെയല്ലേ. എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് മുങ്ങിയതല്ലേ. വെറുതെ അനാവശ്യം പറയരുത്. ഏട്ടത്തി പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിട്ട് പോലുമില്ല. ഞാൻ ബ്ലൗസ് കൊടുക്കാനായിട്ട് പുറത്തു പോയതാ. നിങ്ങളുടെ അടവൊക്കെ എനിക്കറിയാം. ബ്ലൗസ് കൊടുക്കാനായിട്ടാണെന്നും പറഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് പോയത് ഇതിലെന്തോ കലക്കി വെച്ചിട്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. എനിക്കെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അന്നിവിടെ നയന പാലുണ്ടാക്കി വെച്ചതിൽ മരുന്ന് കലർന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തതും നിങ്ങളൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല കാര്യങ്ങളും പൊങ്ങി വരും. അതുകൊണ്ട് സൂക്ഷിച്ചോ എന്നും പറയാണ്. ഇത് കേട്ടതും നമ്മുടെ ജലജ, ഞാനിനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. എടാ, നിനക്ക് എന്താ ഇവളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് അങ്ങ് വാ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അഭി, സത്യം പറ, അനാമികയുടെ അച്ഛനും അമ്മയും ദുഷ്ടരാ. അവർ ഈ വീട്ടിൽ വരുന്നത് നിനക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് കേട്ടതും ഞാൻ എന്ത് ചെയ്തെന്ന് നീ പറയുന്നേ? അവർക്ക് കൊടുത്ത പഴംപൊരിയിൽ നീ വല്ല മായവും കലർത്തിയോ? ആണെങ്കിലേ കണക്കായിപ്പോയി. ഞാൻ തന്നെ കലക്കിയത്. എന്താ നിനക്ക് എന്നെ എന്തെങ്കിലും ചെയ്യണോ? ഇല്ല പോലീസ് പിടിച്ചു കൊടുക്കണോ? എന്നാ കൊടുക്കടാ, പരാതി കൊടുക്കണ ധൈര്യം ഉണ്ടെങ്കിൽ എന്നും. നവ്യ, പരാതി കൊടുക്കാൻ പറ്റില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് നീ പലതും ചെയ്യും. പരാതി കൊടുക്ക്. അപ്പോൾ പല പെരുങ്കള്ളികളും ഇവിടെ നിന്ന് പുറത്തു വരും. പോയ നിന്റെ അമ്മയടക്കം. നിന്റെ അമ്മയും ഇതിൻ്റെ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു. നീ കഴിച്ചതോടൊപ്പം നിന്റെ അമ്മയും കഴിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എണ്ണം കറക്റ്റായിരുന്നു. എന്തിനു വേണ്ടിയാടാ ഇങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നേ? നിനക്കൊക്കെ നന്നായിട്ട് ജീവിച്ചൂടെ? ഞാൻ നന്നായിട്ട് തന്നെ ജീവിക്കുന്നേ. പിന്നെ നീ നന്നായിട്ടാണ് ജീവിക്കുന്നതെന്ന് പോലും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മേല ഈ വീട്ടിൽ ഇതുപോലുള്ള ആപത്തുകൾ ഉണ്ടാക്കിയാൽ അവസാനം എല്ലാ കാര്യവും ഞാൻ മുത്തശ്ശനോട് പറഞ്ഞു കൊടുക്കും. അത് ഉറപ്പാ. പിന്നെ നിനക്ക് നിന്റെ അമ്മയ്ക്ക് ഈ വീട്ടിലൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് നവ്യ അങ്ങ് പോവുക. അപ്പം അഭി ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. ഈ പിശാചിനെ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടുന്നേ? വല്ലാത്തൊരു കഷ്ടമാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. നയന നന്ദുവിനെ ഫോൺ വിളിക്കുക. ഹലോ മോളെ നന്ദു. എന്താ ചേച്ചി? മോളെ ആ കാര്യം പറഞ്ഞായിരുന്നോ മോളെ? ഞാൻ പറഞ്ഞത് അന്വേഷിച്ചായിരുന്നോ? അയ്യോ ഇല്ല ചേച്ചി, അവൾ ലീവാ. അവൾ വന്ന ഉടനെ ഞാൻ അന്വേഷിച്ചിട്ട് ചേച്ചിയോട് കാര്യം പറയാം. അത് കേട്ടതും എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ വേണോട്ടോ മോളെ, എനിക്ക് അത്യാവശ്യമായതുകൊണ്ടാ. ശരി ചേച്ചി, പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്തു തരാം. അവൾക്ക് ഞാൻ എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ ഓഫീസിലേക്ക് പോയ ഉടനെ എല്ലാ ഡീറ്റെയിൽസ് എടുത്ത് തിരിച്ചയക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ആണോ? എന്നാൽ ശരി. അല്ല, അവൾ എപ്പോഴാണ് ലീവ് കഴിഞ്ഞ് പോകുന്നേ? നാളെ തന്നെ പോകും ചേച്ചി. എന്നാൽ അങ്ങനെ മതി. ശരി മോളെ, എന്നാ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ നയന ഭയങ്കര ത്രില്ലോടുകൂടി നിൽക്കുക. ഇതേ സമയം ദേവയാനിയാണ് കാണിക്കുന്നത്. ദേവയാനി നയനയുടെ ഫോട്ടോയും നോക്കി ഇങ്ങനെ ഇരിക്കുക. ഫോട്ടോ എന്ന് പറഞ്ഞാൽ നയനയുടെ ഫോട്ടോ തന്നെ മാറ്റി മാറ്റി നോക്കുക. എന്തുകൊണ്ടാണെന്നറിയില്ല, ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയതുകൊണ്ടാണോ എന്തോ അവളെ കാണുമ്പോൾ ഇപ്പോൾ ഒന്നും കൂടെ സൗന്ദര്യം കൂടിയ പോലെ തോന്നുക. എന്തൊരു ഭംഗിയാ, എന്തൊരു നിഷ്കളങ്കമായ മുഖമാ. ഈ മുഖം പോലെ തന്നെ അവളുടെ മനസ്സും.
എന്നിട്ട് ഞാനത് തിരിച്ചറിയാതെ പോയല്ലോ ഭഗവാനെ. എൻ്റെ ദുഷ്ടചിന്തകൾ കൊണ്ടും എൻ്റെ ചീത്ത മനസ്സുകൊണ്ടും അങ്ങനെയൊക്കെ തോന്നിയത്. എൻ്റെ മോള് ഒരു പാവ, എൻ്റെ മരുമോള്, അവളെനിക്ക് മരുമോളല്ല, മകളാ. അങ്ങനെയുള്ളപ്പോൾ അവൾ ഇനിയും ഉയരങ്ങളിലെത്തണം. മൂർത്തീസ് ജ്വല്ലറിയിലൂടെ അവൾ ഈ ലോകം അറിയുന്നൊരു ഡിസൈനർ ആവണം. അതിന് എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാനി എന്നിട്ട് തൻ്റെ കൂട്ടുകാരിയുടെ മോളെ വിളിക്കുക. ആ മോളെ, ആൻറ്റി വിളിച്ചിട്ട് കുറേ നാളായല്ലോ. ആ മോളെ, എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണം. എന്താ ആൻറ്റി? ഞാനിപ്പോൾ വിളിച്ച കാര്യം മോൾ ആരോടും പറയരുത്. ആ ശരി ആൻറ്റി. ആൻറ്റിക്ക് എൻ്റെ എന്ത് ഹെൽപ്പാണ് വേണ്ടത്? എൻ്റെ മരുമോള് നയനയുണ്ടല്ലോ, അവൾ വലിയ ഡിസൈനറാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അറിയാം ആൻറ്റി. ഇപ്പോൾ നയനയുടെ ഓരോരോ ഡിസൈനിൻ്റെ കാര്യങ്ങളാണ് ന്യൂസിൽ മുഴുവനും ഓടിക്കൊണ്ടിരിക്കുന്നത്, അതും ഓൺലൈൻ ന്യൂസിൽ. ആണോ? എന്നാലേ മോളൊരു കാര്യം ചെയ്യണം. മോളുടെ ചാനലിൽ അതൊന്ന് വാർത്തയാക്കണം. അയ്യോ, ആൻറ്റിക്ക് അവളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു തന്നെയായിരുന്നു. മോളെ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവളെ ആദ്യം ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ മരുമോളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. അതുകൊണ്ട് അവൾ ഫേമസ് ആവുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്നും ദേവയാനി പറയുക. ഇത് കേട്ടതും ആൻറ്റി അന്നേ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആൻറ്റിയുടെ മരുമോളെ ഞാൻ ഉയരങ്ങളിൽ എത്തിച്ചാനായിരുന്നു. പക്ഷേ ആൻറ്റി പറഞ്ഞില്ല. അന്ന് ആൻറ്റിക്ക് അവളോട് ദേഷ്യവും വാശിയും ഒക്കെ ആയിരുന്നല്ലോ. അത് പിന്നെ അതിൻ്റെ കാരണങ്ങൾ വേറെയാ മോളെ. എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും അതൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരിയായ നിൻ്റെ അമ്മയോട് പറയാറുണ്ട്. നയന മോളെയും ഞാൻ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് നിൻ്റെ അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് നീ അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കിക്കോ. പക്ഷേ ഇവിടെ നയന മോളുടെ ചാനലിലൂടെ എല്ലായിടത്തും എത്തണം. അത് മാത്രമല്ല, മോള് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകണം. മോളുടെ ഡിസൈൻ തേടി ആൾക്കാരെത്തണം. മൂർത്തീസ് ജ്വല്ലറിയോടൊപ്പം എൻ്റെ മരുമോളും ഉയരങ്ങളിലേക്ക് പറക്കണം എന്നൊക്കെ ദേവയാനി പറയാം. ആൻറ്റി എന്നോട് പറഞ്ഞല്ലോ, ഇനി കാര്യം എനിക്ക് വിട്ടു തന്നേരെ, ഞാനെല്ലാം ചെയ്തോളാം, ധൈര്യമായിട്ടിരിക്കുക ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനിയുടെ കൂട്ടുകാരിയുടെ മകള് ഫോൺ കട്ട് ചെയ്യുക. ഈ സമയമാണെങ്കിൽ ദേവയാനി, എന്തായാലും എന്നാൽ കഴിയുന്നൊക്കെ ഞാൻ ചെയ്യും. അവൾ എനിക്ക് ചെയ്തു തന്ന എല്ലാ ഉപകാരത്തിനും ഇതൊക്കെയോ കഴിയൂ. പാവം, ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ അവൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അവളെ വേദനിപ്പിക്കാൻ മറ്റുള്ളവരുടെ കൂടെ കൂടിയിട്ടുണ്ട്. എൻ്റെ മരുമോള് അവൾ നല്ലവളാ. അവൾക്ക് ഉള്ള മനസ്സ് ഈ വീട്ടിൽ മറ്റാർക്കുമില്ല. എന്നിട്ടും ഞാനത് തിരിച്ചറിഞ്ഞില്ലല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയാനി ഇങ്ങനെ ഇരിക്കുക. പിന്നീട് ജയനെയാണ് കാണിക്കുന്നത്. ജയനാണെങ്കിൽ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് അവിടെ ലാപ്ടോപ്പ് നോക്കിയിരിക്കുക. ഈ സമയം ദേവയാനിയുടെ കൂട്ടുകാരിയുടെ മകളെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഫോണിൽ എല്ലാവരും ഇങ്ങനെ ടി വിയിലോട്ട് നോക്കിയിരിക്കുമ്പോൾ വാർത്തകളുടെ കാര്യമൊക്കെ പറയണം. അപ്പോൾ ഇനി കുറച്ച് നാട്ടു വാർത്തയിലേക്ക്. നയനാസ് കളക്ഷൻസ് മൂർത്തീസ് ജ്വല്ലറിയുടെ ഉയരങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ഡിസൈനുകൾ ഇപ്പോൾ ലോകമെമ്പാടും പരകുകയാണ്. അതിൻ്റെ ഡിസൈനറാണ് നയന. അതായത് മൂർത്തീസ് ജ്വല്ലറിയുടെ MDയുടെ ഭാര്യ, അനന്തപുരി തറവാടിൻ്റെ മരുമകൾ നയന. ഇപ്പോൾ ഡിസൈൻ ചെയ്ത പുതിയ കളക്ഷൻ നയനയുടെ ഹസ്ബൻഡ് തന്നെ അത് ഓൺലൈനിലൂടെ പുറത്തു കൊണ്ടുവരുന്ന അതിമനോഹരമായ രംഗങ്ങൾ നമുക്കൊന്ന് കാണാം എന്നും പറഞ്ഞുകൊണ്ട് ആ ചാനലിൽ ആ ഒരു വീഡിയോ ഇടുകയാണ്. അതെ, ആദർശ് നയനയുടെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കുന്ന ആ ഒരു കാര്യം അത് കണ്ടതും എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുക. ജലജയാണെങ്കിൽ വായം പൊളിച്ച് നിൽക്കുക. ഓ ഈശ്വര, ഇവളെ എങ്ങനെയെങ്കിലുമൊക്കെ തകർക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇവളിങ്ങനെ ഓരോ ദിവസം തോറും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇത് വല്ലാത്തൊരു കഷ്ടമാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ജലജ വായ പൊളിച്ച് നോക്കിക്കൊണ്ട് ദേവയാനിക്കടെ ഭയങ്കര സന്തോഷം. അപ്പോൾ ആ ന്യൂസിൽ ലോകത്തിലെ മൊത്ത ജ്വല്ലറികളെയും കടത്തിവിട്ടി ഇന്ന് മൂർത്തീസ് ജ്വല്ലറി ഒന്നാമതെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അവരുടെ പ്രയത്നവും ഉണ്ട്. പിന്നെ നയന കളക്ഷൻസ്, അതായത് നയനയുടെ കളക്ഷനും നയന പുതിയതായിട്ട് ഇറക്കിയ ഈ കളക്ഷൻ എല്ലാ പെൺകുട്ടികളുടെയും അമ്മമാരുടെയും മനസ്സിൽ ഒരുപാട് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ഈ ഓണത്തിന് വന്ന കച്ചവടം പോലെ തന്നെ വിഷുവും മൂർത്തീസ് ജ്വല്ലറിക്കുള്ളതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് അവിടെ നിർത്തണം. അവസാനമായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്നുകൂടെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വീഡിയോ വീണ്ടും ഇട്ടു. അതിനുശേഷം പിന്നെ സ്പോർട്സിലേക്ക് പോയി. ഈ സമയം ജയനും നമ്മുടെ അജയനും ഒക്കെ ഭയങ്കര സന്തോഷത്തോടെ ആയി. എന്തായാലും ദേവയാനി അങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ നന്നായി, എനിക്കിഷ്ടപ്പെട്ടു മോളെ എന്നൊക്കെ പറയാം. ഇത് ആരാ ഓൺലൈനിൽ ന്യൂസായിട്ട് കൊടുത്തത്? ആദർശേട്ടനാണോ? ഏയ് ഞാനല്ല മോളെ. ആദർശേട്ടൻ തന്നെയാണ്. ആദർശേട്ടൻ ഓൺലൈനായിരിക്കും കൊടുത്തത്, ഞാൻ കണ്ടാണല്ലോ. ഓൺലൈൻക്ക് ആർക്ക് കൊടുത്തു, പക്ഷെ ടി വിക്കാർക്ക് ഞാൻ കൊടുത്തിട്ടില്ല. ഓൺലൈനിൽ നിന്ന് അവർ ടി വിയിലേക്ക് എടുത്തു, അത്രയേ ഉള്ളൂ. അതിന് വലിയ പാടൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയാണ്. എന്തൊരു കഷ്ടമാണ് ഇതിപ്പോൾ, വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്.
ഏതെങ്കിലും സിനിമാ നടികളുടെ കഴുത്തിലാണ് അത് ഇട്ടിരുന്നെങ്കിൽ ഇത്തിരിയെങ്കിലും ഭംഗിയുണ്ടാവുമായിരുന്നു. അത് കേട്ടതും എന്താ എൻ്റെ അനിയത്തിയുടെ കഴുത്തിലിടുന്നോണ്ട് എന്താ കുഴപ്പം? ഓ, നീയാണല്ലോ വലിയ സിനിമാ നടിയാകാൻ ആഗ്രഹിച്ചത്. എന്നാ പിന്നെ ആം നെക്ലസ് ഇട്ടിട്ട് നിനക്ക് അഭിനയിച്ചുകൂടായിരുന്നോ? അത് വേണ്ട. എൻ്റെ അനിയത്തി ഡിസൈൻ ചെയ്തതിന് ഞാൻ ക്രെഡിറ്റ് മേടിച്ചെടുക്കണോ? അത് ശരിയല്ല. അവൾ ചെയ്ത ഡിസൈന് അവൾ തന്നെ വേണം ക്രെഡിറ്റ് എടുക്കാൻ. അതുകൊണ്ട് ആ മാല അവളുടെ കഴുത്തിലാണ് കിടക്കട്ടെ. അപ്പോഴാണ് അതിന് ഭംഗി കൂടുന്നത്, പത്തരമാറ്റ് കൂടുന്നത് എന്നൊക്കെ നവ്യ പറയുക. ഈ സമയം ഓ പിന്നെ പത്തരമാറ്റ് മതി മതി, അധികം ആരും പുകഴ്ത്തൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ ഒരുപാടായി ഇപ്പോഴേ. ഓ, ഇതൊന്നും കേട്ട് നിൽക്കാനുള്ള ഇത് എനിക്കില്ല. പിന്നെ ഇവളുടെ ഡിസൈനൊന്നും എനിക്ക് ഇഷ്ടമില്ല, ഇവളെ ഇഷ്ടമല്ല. അതുകൊണ്ട് അതൊന്നും കഴുത്തിലിട്ട് കിടക്കാൻ എനിക്ക് സമയമില്ല. അപ്പോൾ അതെ നമ്മുടെ ജലജ, അതെങ്ങനെ ശരിയാവും ഏട്ടത്തി? ആര് ഡിസൈൻ ചെയ്താൽ എന്താ? ഒരു മാല ഉണ്ടാക്കുമ്പോൾ മൂർത്തീസ് ജ്വല്ലറിയിൽ ഏറ്റവും സുന്ദരിയായ ഏട്ടത്തി ഇവിടെ മരുമകളായിട്ടുള്ളപ്പോൾ എന്തിനാ മറ്റൊരുത്തി ഏട്ടത്തിയല്ലേ എല്ലാവരും കാണിക്കേണ്ടത്? അത് കേട്ടത് ഓ, ഞാനിപ്പോൾ വയസ്സായില്ലേ ജലജയെ, എനിക്ക് കൂടി വന്ന ഒരുപാട് അസുഖങ്ങളും ഉണ്ട്. ഓൾഡായ എന്നെ ആരെടുക്കാനാ? അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ നെക്ലസ് ഒന്നും അണിയണമെന്ന്. എനിക്കും ഇല്ല ഏട്ടത്തി. അതുകൊണ്ട് നിങ്ങൾ അണിയണ്ട, നിങ്ങൾക്ക് അണിഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പിന്നെ ദേ ഈ കാര്യം അച്ഛൻ അറിഞ്ഞായിരുന്നോ? അതെങ്ങനെ അറിയാനാ? കൂട്ടുകാരന്മാരോടൊപ്പം തീർത്ഥാടനത്തിന് പോയിരിക്കല്ലേ, പിന്നെ അച്ഛനെങ്ങനെ അറിയാൻ പറ്റും? മോള് നോക്കിക്കോ, മോക്ക് വേണ്ടി അച്ഛൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മോക്ക് ഇത്രയും ഭാഗ്യങ്ങളൊക്കെ ദൈവം തരുന്നത്. എന്തായാലും എല്ലാം കൊണ്ടും മോളിനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും മോളെ. ഇത് ഞാനാ പറയുന്നേ എന്നും ജയം പറയുക. ഇത് കേട്ടതും ദേവയാനി, അതെ എൻ്റെ മരുമോള് ഒരുപാട് ഉയരങ്ങളിലെത്തണം, അതിനു വേണ്ടിയാണ് ഞാൻ ഈ പ്രയത്നിക്കുന്നത്. എന്നാലും ഇതാരായിരിക്കും ടി വിയിൽ കൊടുത്തത് എന്നും നയൻ ആലോചിക്കുമ്പോൾ നയൻ അങ്ങ് നോക്കുക. അപ്പോൾ ദേവയാനിയാണെങ്കിൽ സൈഡായിട്ടൊന്ന് ചിരിക്കുന്നു. ദേവയാനിയുടെ ചിരി കണ്ടതും നയനയ്ക്ക് വീണ്ടും സംശയമായി. അമ്മയാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയനിങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയും കനകയുമാണ്. എന്ത് ചെയ്യാനാ, എല്ലാം കൊണ്ടും ഇപ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നവ്യയുടെ കാര്യം അത് കുറച്ച് കഷ്ടത്തിലാണ് എന്നൊക്കെ പറയണം. അപ്പോഴാണ് ഗോവിന്ദ്, അതെ നവ്യമോളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്കും ടെൻഷൻ. പാവം മോള് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആ വീട്ടിൽ. അവളുടെ ഭർത്താവും അമ്മായിയമ്മയും കൂടെ ചേർന്ന് മോളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അമ്മ ഏത് നേരം ടി വിയിൽ വാർത്ത ഇട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇന്ന് നല്ലൊരു ന്യൂസ് ഉണ്ടായിട്ട് എന്താ വാർത്ത കാണാതിരുന്നേ? എന്താ മോളെ, എന്താ ദേ നോക്കിയേ ടി വിയിൽ വന്ന ന്യൂസാ എന്നും പറഞ്ഞു നന്ദു മൊബൈൽ ഓണാക്കി കൊടുത്തു. അപ്പോൾ നയന അവിടെ വലിയ ഇതാവുന്നതൊക്കെ നമ്മുടെ കനകയും ഗോവിന്ദും ആസ്വദിച്ചിരുന്ന് കാണുക. എൻ്റെ നയനമോള് അതെ നിങ്ങളുടെ നയനമോള് തന്നെയാ. നോക്കിയേ, ചേച്ചി ഡിസൈൻ ചെയ്ത നെക്ലസ്സാ ചേച്ചിയുടെ കഴുത്തിൽ ആദർശേട്ടന് ഇട്ടു കൊടുക്കുന്നത്. എന്നാലും ആദർശ് മോനെ പോലൊരു നല്ല മനസ്സ് മറ്റാർക്കുമില്ല. എൻ്റെ മോളെ ഇത്രയും ഉയരങ്ങളിലെത്തിച്ചത് ആദർശ് തന്നെയാണ് എന്നൊക്കെ പറയണം. ഈ സമയമാണെങ്കിൽ നമ്മുടെ നന്ദു ആണെങ്കിൽ അതെ ചേച്ചി ഇപ്പോൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, പോട്ടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നൊക്കെ പറയണം. അതെ ചേച്ചിയുടെ ജീവിതം ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകണം. ചേച്ചി ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, ആ വേദനകളൊക്കെ മാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദുങ്ങൻ നിൽക്കുമ്പോൾ നമ്മുടെ കനകയും നന്ദുവിനെ കുറിച്ചൊക്കെ ഓരോന്ന് പറയണം. അതായത് നയനയും നന്ദുവിനെ നവ്യനെയൊക്കെ കുറിച്ച്. ഈ സമയം എനിക്ക് ഒരേ ഒരു സങ്കടമേ ഉള്ളൂ, എൻ്റെ ചേച്ചി നല്ലവളാണ്, അതുകൊണ്ട് എൻ്റെ ചേച്ചിക്ക് നല്ലത് മാത്രം വരുന്നേ. എന്നാൽ അനന്തപുരിയിലേക്ക് ഒരിക്കലും കടന്നു വരാൻ പാടില്ലാത്തവളുമാരാ കടന്നു വന്നത്. അതായത് അനാമിക, അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ദുഷ്ടത്തികളാണ്. ആ ഒരു സങ്കടം എനിക്കിപ്പോഴും ഉണ്ട്. അനി അത് എന്നോട് പറയാറുണ്ട്. ദേ നന്ദുട്ടാ, നീ വെറുതെ അനിയുടെ കാര്യം എടുത്തിടണ്ട. ഞാൻ അനിയുടെ കാര്യം പറഞ്ഞു എന്ന് കരുതിയപ്പോൾ എന്താ, ആ വീട്ടിലുള്ള സങ്കടമല്ല ഞാൻ പറഞ്ഞോളൂ. അങ്ങനെയുള്ളപ്പോൾ അനിയെക്കുറിച്ച് പറഞ്ഞെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സാരില്ല, നീ ആ മൊബൈൽ ഇങ്ങതാ, ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണട്ടെ. വേണ്ട, അമ്മയുടെ കയ്യിൽ ഫോണുണ്ടല്ലോ, അതിലും ഈ ന്യൂസൊക്കെ വരും, അതിൽ കണ്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞ കനക അവിടെ ഇരിക്കുക. ഈ സമയം ആദർശാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ കട്ടിലിരുന്ന് ആലോചിക്കുകയാണ്. അപ്പോഴേക്ക് നയന വന്നു. സത്യം പറ ആദർശേട്ടാ, ടി വിക്കാരിക്ക് ആദർശേട്ടനല്ലേ ഈ വാർത്ത കൊടുത്തേ? അയ്യോ നയന, ഒരിക്കലും ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. മൂർത്തീസ് ജ്വല്ലറി ഉയരങ്ങളിലെത്തണം, മൂർത്തീസ് ജ്വല്ലറിക്ക് നല്ല പേര് കിട്ടണം, അത് ഒരുപാട് വളരണം, ഈ വിഷു നമ്മുടേതായിരിക്കണം എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ എന്ന് കരുതി ന്യൂസിലോട്ടൊന്നും ഇട്ടിട്ടില്ല എന്നൊക്കെ നമ്മുടെ ആദർശ് പറയുക. അത് കേട്ടതും നമ്മുടെ നയനാണെങ്കിൽ ഒന്നാലും ഇത് ആരായിരിക്കും ചെയ്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുക. നീ ഇവിടെ വളരുമ്പോൾ കല്യാണി അവിടെ വളരുക. അതെ, അത് ശരിയാ, അവളുടെ ലോകത്ത് വളർന്ന് പന്തലിച്ച് നിൽക്കുക. അല്ലായിരുന്നെങ്കിൽ അവളെ കൂടെ കൂട്ടായിരുന്നു. അവളും കൂടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ
നമ്മുടെ ജ്വല്ലറിക്ക് ഒരുപാട് ലാഭം ഉണ്ടായിരുന്നായിരുന്നു. അത് ശരിയാ, കിരൺ കല്യാണി അവൻ്റെ ജീവിതത്തിലേക്കും ഞാൻ എൻ്റെ ജീവിതത്തിലേക്കും നിന്നെ ക്ഷണിച്ചതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഇപ്പം മാറി മറിഞ്ഞുകൊണ്ടിരിക്കാനായനെ എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദ് ഫോൺ വിളിക്കുക. അച്ഛനും അമ്മയെ വിളിക്കുന്നത്, ഞാൻ എടുക്കട്ടെ. ഹലോ, ആ മോളെ അമ്മയാ, ആ പറ അമ്മേ, ന്യൂസ് അറിഞ്ഞിട്ട് വിളിച്ചതാ. എന്തായാലും സന്തോഷമായി മക്കളെ, ഒരുപാട് സന്തോഷമായി. നീ ലോകം അറിയുന്ന ഒരു ഡിസൈനർ ആവാൻ പോവുക. എനിക്കറിയാമേ, പക്ഷെ എനിക്കങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല. ഇതാരാ ന്യൂസിൽ കൊടുത്തെന്ന് അറിയത്തുമില്ല. സാരല്ല, നല്ലൊരു കാര്യമല്ലേ വന്നിരിക്കുന്നത്. ഞാൻ അച്ഛൻ്റെ കൊടുക്കാം. സന്തോഷമുണ്ട് മോളെ, ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛന് ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. എന്തായാലും എൻ്റെ മോള് നല്ല നിലയിലെത്തണം, ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കണം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ മോള്. ആ കഷ്ടപ്പാടുകളെല്ലാം മാറി നാളെ നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ആദർശ്, ആ ഹലോ അച്ഛാ, ആ മോനെ, എൻ്റെ മോളെ നീ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കുക. നീ മോനോട് എത്ര നന്ദി പറഞ്ഞാലും അതിനൊരു പരിഹാരമാവില്ല. എന്താ മുത്തശ്ശ അത്, എന്താ അച്ഛാ അത്? ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അവളുടെ കഴിവും അവളുടെ പരിശീലനവുമാണ് അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്. അല്ലാതെ ഞാൻ അവളെ എന്ത് ഉയരങ്ങളിൽ എത്തിച്ചു എന്നാ. എന്നാലും മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു മനസ്സ് മോനുണ്ടായല്ലോ, അതുകൊണ്ടാണ് എൻ്റെ മോളിന്ന് പ്രശസ്തമായത്. എനിക്കറിയാം മോനെ, നിന്റെ നല്ല മനസ്സ്. അങ്ങനെയൊന്നും പറയണ്ട അച്ഛാ, ഇതെൻ്റെ കടമയാണ്, ഞാനത് ചെയ്യും. എൻ്റെ നയനയെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ സ്വപ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ നിൽക്കുക. പിന്നെ ഇതൊക്കെ അച്ഛൻ്റെയും കൂടെ കഴിവാണ്. അച്ഛൻ്റെ കഴിവാണ് മകൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കൺഗ്രാജും നന്ദിയും അച്ഛനോട് തന്നെ പറയുക എന്നും പറഞ്ഞ് ആദർശ് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം. എന്നാലും നയനമോളുടെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. സന്തോഷകരമായ ജീവിതം എൻ്റെ മോൾക്ക് കിട്ടിയത്. ആദ്യമൊക്കെ ഇത്തിരി അടഞ്ഞെങ്കിലും പിന്നീട് അവർ നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങി. എന്നാൽ നവ്യമോളുടെ കാര്യം ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. ഗോവിന്ദേട്ടന് ഓർമ്മയുണ്ടോ, അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആദർശിനോട് നയനമോളുടെ കഴുത്തിൽ താലി കെട്ടണമെന്ന് തറപ്പിച്ച് പറഞ്ഞത് മൂർത്തി സാറാ. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പുരോഹിതൻ പറഞ്ഞു അത്രേ, ആദർശ് നയനയുടെ കഴുത്തിൽ താലി കെട്ടുന്ന മുഹൂർത്തം ഏറ്റവും നല്ല മുഹൂർത്തമാണെന്ന്. അങ്ങനെ വന്നതുകൊണ്ടാണ് ഇന്ന് അനന്തപുരി തറവാടിന് ഉയർച്ചകൾ ഉണ്ടായിരിക്കുന്നെന്ന്. എന്തുകൊണ്ടും നമ്മുടെ മോള് അനന്തപുരിക്കാർക്ക് ഒരു ഭാഗ്യം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.